യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം. മാനസാന്തരത്തിന്റെ പടവുകൾ കടന്നു ക്രിസ്തുവിൽ പുതു സൃഷ്ടികളായവരുടെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര വണ്ടന്നൂർ സ്വദേശിയും സഞ്ചാര സുവിശേഷകനുമായ ബൈജു കീളിയോടിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. ലഹരിയും അക്രമങ്ങളും നിറഞ്ഞ അന്ധകാരബന്ധിതമായ ജീവിതാവസ്ഥകളിൽ നിന്നും ക്രിസ്തു സ്നേഹം രുചിച്ചറിഞ്ഞ് ദൈവിക വെളിച്ചത്തിൽ യാത്ര തുടരുന്ന ബൈജു കീളിയോടിന്റെ അനുഭവങ്ങളിലേക്ക്. യേശു മാത്രം സമ്പത്താകുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ പേര് ബൈജു എന്നാണ്. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ മാറനല്ലൂർ വില്ലേജിൽ വണ്ടന്നൂർ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചത് വളരെ വലുതാണ്. മറ്റാരുടെ ജീവിതത്തിലും യേശു ക്രിസ്തു ഇത്രത്തോളം സ്വാധീനിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനേക്കാൾ വലുത് കാണും ആയിരിക്കാം. എങ്കിലും എൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തു എത്രത്തോളം സ്വാധീനം ചെലുത്തി, എൻ്റെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മനം ഇളകാതെ, നിന്മനം പതറാതെ, നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനം ഇളകാതെ, നിന്മനം പതറാതെ, നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. എൻ്റെ ജീവിതത്തിൽ ഈ ഗാനം ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ഗാനമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞുവല്ലോ, എൻ്റെ പേര് ബൈജു എന്നാണ്. എനിക്കിപ്പോൾ വയസ്സ് 52. ദൈവത്തിന് മഹത്വം. വയൽ കൃഷി ചെയ്തും ഞാറ് നടാൻ പോയും ഓലമുടഞ്ഞും കൈതോലപ്പാ ഉണ്ടാക്കിയും വിറ്റൊക്കെയാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും. എന്നാൽ അച്ഛനില്ലാത്ത കുറവ് എൻ്റെ ജീവിതത്തിൽ വളരെ വേദന ഉളവാക്കി. ഞാൻ തെറ്റിപ്പോകുവാൻ ഇടയായി. 13 വയസ്സിൽ തന്നെ ഞാൻ മദ്യത്തിൻ്റെ രുചി തിരിച്ചറിഞ്ഞു. 21 വയസ്സായപ്പോൾ ഞാൻ തികഞ്ഞ മദ്യപാനിയായി. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. കൗമാരകാലത്തു തന്നെ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമയായി. ലഹരിയുടെയും അക്രമത്തിൻ്റെയും പാതകൾ സ്വന്തമാക്കി. വിപ്ലവ ചുവയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ തുടർന്നുള്ള സംഘടനകളും അക്രമങ്ങളും പതിവായി. നിരന്തരമായ ലഹരിയും അക്രമങ്ങളും ജീവിതത്തെ താറുമാറാക്കി. ദൈവത്തിന് മഹത്വം. ഇപ്പോൾ ഞാനതൊക്കെ ഓർക്കുമ്പോൾ, എൻ്റെ ദൈവമേ, നീ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ചെയ്ത ഈ മഹാഭാഗ്യത്തെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രാഷ്ട്രീയത്തിൽ ചേർന്നു. രാഷ്ട്രീയ പ്രവർത്തനം, അടിപിടി, അക്രമം, കേസ്, വഴക്ക്, അങ്ങനെ എല്ലാ കൊള്ളരുതായ്മകളും ചെയ്ത് ജീവിതം നയിച്ചുപോയി. അവസാനം മദ്യത്തിൻ്റെ കൂടെ കഞ്ചാവും കൂടെ ഉപയോഗിക്കാൻ തുടങ്ങി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ
ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിക്കുന്നത്. ഈ കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല നമ്മുടെ ചിന്തകൾക്ക് വ്യത്യാസമുണ്ടാകും. നമ്മുടെ പ്രവൃത്തികൾ പോലെയല്ല നമ്മുടെ പ്രവൃത്തികൾക്ക് വ്യത്യാസമുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ ഈ ലഹരി എൻ്റെ ജീവിതത്തെ മാറ്റിയത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. വല്ലാത്ത ഒരു മാറ്റമായിരുന്നു എൻ്റെ ജീവിതത്തിൽ വരുത്തിയത്. എന്തും ചെയ്യുവാനുള്ളൊരു കഴിവുണ്ടാകുക, എന്തും ചെയ്യാനുള്ളൊരു തൻ്റേടമുണ്ടാകുക, ഏത് സമയത്തും എപ്പോഴും എന്തിനും നമ്മൾ തയ്യാറായിരിക്കുക. അങ്ങനത്തെ ഒരു വിൽ പവർ എൻ്റെ ജീവിതത്തിൽ ഈ കഞ്ചാവ് കൊണ്ടുവന്നു. എന്നാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, സ്തോത്രം. അതുപയോഗിച്ച് ഏകദേശം ഒരു 10 വർഷക്കാലം നീണ്ടുപോയി. അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. എപ്പോഴും അടിപിടിയും അക്രമങ്ങളിലൂടെ ജീവിതം നയിച്ചു. ആർക്കും വേണ്ട. കൂട്ടുകാർ വെറുത്തു, വീട്ടുകാർ വെറുത്തു, സഹായികൾ വെറുത്തു, എല്ലാവരും തള്ളപ്പെട്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിനിടയിൽ അനേക അപകടങ്ങളും ആപത്തുകളും മരണപ്പെട്ടു പോകേണ്ട അവസ്ഥകളും ജീവിതത്തിൽ വന്നു. അതൊക്കെയും ഹല്ലേലൂയ നിസ്സാരമായി കണ്ടുകൊണ്ട് ജീവിതം പോയി. എന്നാൽ എൻ്റെ ദൈവം എന്നെ കണ്ടിരുന്നു എന്ന് അറിയാൻ കുറേ കാലങ്ങൾ എനിക്ക് എടുക്കേണ്ടി വന്നു. എനിക്കൊരു അപകടമുണ്ടായി. 2000-ലാണ് അപകടം ഉണ്ടാകുന്നത്. അപകടം എന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്ത് സുഖമില്ലാതെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി കിടക്കുന്നു. അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ തിരിച്ചു മടങ്ങി വരുന്ന വഴിയിൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ അന്ന് മില്ല് ഷാപ്പുണ്ട്. ആ മില്ല് ഷാപ്പിൽ കയറി മദ്യം കഴിച്ചും കൊണ്ട് അവിടെ നിന്നും ബസ് കയറി നെയ്യാറ്റിങ്കര ബസ്സിൽ വന്നിറങ്ങി. നെയ്യാറ്റിങ്കര ബസ്സിൽ വന്ന് ഇറങ്ങി നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇപ്പോൾ ഇരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അടുത്ത് അവിടെ ഒരു മില്ല് ഷാപ്പുണ്ട്. അവിടെ ചെന്നും മദ്യം കഴിച്ചു. അവിടെ ചെന്ന് മദ്യം കഴിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നേരെ ബസ്സിൽ കയറി. പ്രിയമുള്ളവരെ, ദൈവം ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നതും ആകർഷിക്കുന്നതും നമ്മൾ നനയ്ക്കുന്നതും ചിന്തിക്കുന്നതും പോലെയല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ആ ബസ്സിൽ കയറി. ബസ്സിൽ എല്ലാം സീറ്റിൽ നിറഞ്ഞുള്ള ആളുണ്ട്. ബസ് സീറ്റിൽ വേണമെങ്കിൽ ഇരിക്കാം, ബസ്സിനകത്ത് നിൽക്കാം. എന്നാൽ ഈ മദ്യത്തിൻ്റെ ലഹരി ആയതുകൊണ്ട് ഞാൻ ഫുട്ബോളിൽ തൂങ്ങിയാണ് യാത്ര ചെയ്തത്. ആലമ്പറ്റയ്ക്കും പെരുമ്പഴൂരിനും ഇടയിലെത്തിയപ്പോൾ 2 വാഹനങ്ങൾ തമ്മിൽ സൈഡ് കൊടുത്തു. ഞാൻ നിന്ന ബസ് ഞാൻ ഫുട്ബോളിൽ തൂങ്ങി നിന്നതുകൊണ്ട് ഞാൻ കുറച്ച് പുറത്തേക്കിങ്ങനെ ആഞ്ഞു പോകാനിടയായി. ആ സമയത്ത് സൈഡിൽ നിന്ന പോസ്റ്റിൽ എൻ്റെ തലയടിച്ച് ഞാൻ റോഡിൽ വീണു. റോഡിൽ വീണ് മരണപ്പെട്ട് അവിടെ തന്നെ കിടന്നു. ദൈവത്തിന് മഹത്വം. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം. അതിനു മുമ്പ് അനേക അത്ഭുതങ്ങൾ ദൈവം എന്നോട് പറഞ്ഞു, എനിക്ക് കാണിച്ചു തന്നു, എന്നോട് ചെയ്തു തന്നു. അനേക ദൈവദാസന്മാരിലൂടെ എന്നിൽ സുവിശേഷം എത്തിച്ചു. അനേക ദൈവദാസന്മാർ എന്നോട് സുവിശേഷം പറഞ്ഞു. അതൊക്കെ ഞാൻ പുറംകാല കൊണ്ട് തട്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അനേക സുവിശേഷം നടക്കുന്ന സ്ഥലങ്ങളിൽ പോയി ആ സുവിശേഷ പ്രവർത്തനങ്ങളെയും ആ സുവിശേഷ യോഗങ്ങളെയും മുടക്കം വരുത്തുക, അവരുടെ ലൈറ്റ് അഴിച്ചു മാറ്റുക, അവരുടെ ബോക്സും അതുപോലുള്ള കാര്യങ്ങളുടെ ലൈൻ കട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള വളരെ മൃഗീയമായ ദൈവത്തിന് വിരോധമായ എല്ലാ പ്രശ്നങ്ങളും ചെയ്ത് മുമ്പോട്ട് പോയൊരു വ്യക്തിയാണ്. അവിടെയൊക്കെയും എൻ്റെ ദൈവം എന്നെ ഇങ്ങനെ തട്ടി 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 ചൂണ്ടയിൽ കൊളുത്ത് കിടക്കുന്ന മീനിനെ പോലെ ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ബസ്സിൽ നിന്നും എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ റോഡിൽ മരിച്ചു കിടക്കുന്നു. ആരും അടുത്ത് വരുന്നില്ല. കാരണം ഡെഡ് ബോഡിയാണ്. ആ കാലഘട്ടത്തിൽ എടുക്കുന്നവനാണ് പ്രതിയാകുന്നത്. അതുകൊണ്ട് ആരും കടന്നു വന്നില്ല. എന്നാൽ കുറച്ച് ആൾക്കാർ വന്ന് എടുത്ത് നേരെ നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു മരിച്ചുപോയി, ഇനി രക്ഷയില്ല, മോർച്ചറിയിലേക്ക് മാറ്റാൻ പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. നെയ്യാറ്റിങ്കര പോസ്റ്റ്മോർട്ടം ഇല്ല. അവിടെ നിന്ന് നേരെ ദൈവത്തിന് മഹത്വം നെയ്യാറ്റിങ്കര മോർച്ചറിയിൽ ഞാൻ കിടക്കുന്നു. പ്രിയമുള്ളവരെ, ഏകദേശം ഒരു 7 മണിക്കൂർ സമയത്തോളം ആക്സിഡൻറ്റും ഹോസ്പിറ്റലിലും മോർച്ചറിയുമായി ഞാൻ മരണാവസ്ഥയിൽ കഴിയുകയാണ്. മോർച്ചറി അടയ്ക്കാൻ വേണ്ടി വന്ന ആ ഹോസ്പിറ്റലിലെ ജീവനക്കാരൻ എൻ്റെ കയ്യോ കാലോ എന്തോ അനങ്ങുന്നത് കണ്ട് വന്ന് ഡോക്ടറെ അറിയിച്ചു. ഡോക്ടറെ അറിയിച്ചപ്പോൾ പറഞ്ഞു അത് പെട്ടെന്നുള്ളൊരു ഡെത്തായതുകൊണ്ട് ശരീരം അല്പം കഴിഞ്ഞേ മരവിക്കുകയുള്ളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വീണ്ടും വന്നപ്പോൾ എൻ്റെ ശരീരം നല്ല വിറയൽ പോലെയൊക്കെ തോന്നി. കൈയും കാലൊക്കെ നന്നായി അനങ്ങുന്നതുകൊണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന നേഴ്സിംഗ് സൂപ്രണ്ടായ ഒരു വ്യക്തി, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഒരു താമസം, അവർ വന്ന് അവരുടെ തോന്നി ഇദ്ദേഹം അറിയിച്ചു. അവർ ഓടി വന്ന് നോക്കിയപ്പോൾ എനിക്ക് ചെറിയ ജീവനുണ്ട്. അവർ നിർബന്ധിച്ച് ഡോക്ടറെ കൊണ്ടുവന്നു.
ഡോക്ടർ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ജീവനുണ്ടെന്ന് മനസ്സിലാക്കി എന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ആ ഒരു രാത്രി സമയം ആ ഒരു രാത്രി മെഡിക്കൽ കോളേജിൽ കിടന്നു. വേറെ ഒരു കുഴപ്പവും എനിക്കില്ല. എൻ്റെ ശരീരത്തിന് മറ്റൊരു കുഴപ്പവുമില്ല. ഈ തലയ്ക്ക് കിട്ടിയ അടി മാത്രമല്ലാതെ വേറെ ഒരു കുഴപ്പവുമില്ല. ദൈവത്തിന് മഹത്വം. അതാണ് ദൈവം ചെയ്യുന്ന പദ്ധതി. മറ്റൊരു കേടുപാടുകളും എൻ്റെ ശരീരത്തിൽ സംഭവിക്കാതെ എനിക്ക് ഒരു മരണം ദാനമായി തന്ന് അല്പസമയം ആ മരണത്തിൻ്റെ അനുഭവത്തിലൂടെ കൊണ്ടുപോയിട്ട് ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയുന്നവനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്ന യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ ശരീരം ഒരു കേടും സംഭവിക്കാതെ മടക്കി തിരിച്ച് പിറ്റേ ദിവസം രാവിലെ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിലേക്ക് മടക്കി വിട്ടു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ തലയിൽ ചെറിയൊരു മുറിവുള്ളത് കൊണ്ട് അവിടെ ഒരു 3 ദിവസം കിടന്നു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. സ്തോത്രം. അങ്ങനെ വീട്ടിൽ വന്നു. ഞാൻ വീട്ടിൽ കിടക്കുന്ന സമയത്ത് അറിയുന്ന ദൈവദാസന്മാർ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ സമ്പത്തിന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. മദ്യലഹരിയിലുണ്ടായ അപകടത്തെ തുടർന്ന് അബോധാവസ്ഥയിലെത്തി മരിച്ചെന്ന് കരുതി മോർച്ചറിയിൽ വെച്ച ശരീരത്തിൽ നിന്നും ജീവന്റെ തുടിപ്പ് കണ്ടെത്തി തിരികെ ജീവിതത്തിലേക്ക്. മരണത്തിൽ നിന്നും തിരിച്ചു കിട്ടിയ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ച് ദൈവിക വഴികളിൽ യാത്രയാരംഭിച്ച ബൈജു കിളിയോട് ഇന്ന് കേരളത്തിലുടനീളം മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ക്രിസ്തുവിലൂടെയുള്ള വിമോചനം പരസ്യ യോഗങ്ങളിലും സുവിശേഷ യോഗങ്ങളിലും പകർന്നു നൽകി ജീവിതയാത്ര തുടരുകയാണ്. ഞാൻ സാൽവേഷൻ ആർമി പോകുന്ന ഈ സാൽവേഷൻ ആർമി ചർച്ചിൽ കരോൾ പാടാൻ വേണ്ടി പോകുന്ന ഒരാളാണ്. ഈ ക്രിസ്മസ് ദിനങ്ങളിൽ കരോൾ പാടാൻ വേണ്ടി മാത്രം പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ദൈവത്തിന് വേണ്ടി പാടി നടന്നത് കൊണ്ടാണ് ദൈവം എന്നോട് ഇത്രയും കരുണ കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ സത്യം തിരിച്ചറിയുവാൻ കുറച്ചുകൂടെ കഴിയേണ്ടി വന്നു. ദൈവത്തിന് മഹത്വം. അങ്ങനെ ഈ സുവിശേഷങ്ങളൊക്കെ ഞാൻ കേട്ടു. എന്നെ നിർബന്ധിച്ച് ഒരാൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഒരു ആരാധന നടക്കുകയാണ്. അവിടെ എന്നെ നിർബന്ധിച്ച് എന്നെ ഒരാൾ കൊണ്ടുപോയി. എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത്, ഇപ്പോഴും പുള്ളി നല്ലതുപോലെ മദ്യപിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്നെ നിർബന്ധിച്ച് വീട്ടിനടുത്തൊരു ആരാധന നടക്കുന്നു, നീ വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി. ഞാൻ അവിടെ പോയി. അപ്പോൾ എനിക്ക് ഇതിനോട് അത്ര താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. ഈ പെന്തക്കോസ്ത് അനുഭവത്തോട്, ആ ആരാധനകളോട്, ആ പ്രാർത്ഥനയോട്. കാരണം ഇവർ ഭയങ്കര ബഹളവും ഭയങ്കര വിളിയും ഒച്ചപ്പാടും ഒക്കെ ആണല്ലോ അവരുടെ. അപ്പോൾ അത് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. എങ്കിലും ഞാൻ മടിച്ച് ഞാൻ മദ്യപാനവും ഈ ഡെത്തോടും കൂടെ മദ്യപാനവും ബാക്കിയെല്ലാം ഉപേക്ഷിച്ചു. മടിച്ച് ആ വ്യക്തിയുടെ കൂടെ ഞാൻ അവിടെ ആരാധനയ്ക്ക് പോയി. ആരാധന സമയത്ത് കൈയടിച്ചാൽ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതല്ല, ഒരു ദൈവദാസൻ വന്ന് എൻ്റെ തലയിൽ കൈവച്ചു. എന്നോട് പറഞ്ഞു, മരിച്ച് നിന്നെ മടക്കി കൊണ്ടുവന്നത് യേശു ക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ മഹത്വം. നീ ഇനി യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത്, നരകത്തെക്കുറിച്ച് ഒരു വിശദീകരണം എനിക്ക് തന്നു. നീ നരകത്തിൽ പോകാനുള്ളവനല്ല, നീ നരകവാസം ചെയ്യാനുള്ളവനല്ല, നിന്റെ ജീവിതം നരകത്തിലേക്ക് തള്ളിയിടാനുള്ളതല്ല, നീ എനിക്ക് വേണ്ടി ഉള്ളവനാണ്, എന്നെ സാക്ഷീകരിക്കാനുള്ളവനാണെന്ന് ഈ ദൈവദാസൻ എന്നോട് അരുളപ്പാട് പറയുന്നത് പോലെ പറഞ്ഞു. ദൈവത്തിന് മഹത്വം. നരകത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയമുണ്ടായി. സ്തോത്രം. കാരണം മറ്റുള്ള ജീവിതം പോലെയല്ല നരക ജീവിതം. അദ്ദേഹം നരകത്തെക്കുറിച്ച് ഒരു 6-7 മിനിറ്റ് വിശദീകരിച്ച് പ്രസംഗിച്ചു. എന്നിൽ ഒരു കാലം എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട വെറുക്കപ്പെട്ടവനായി മദ്യത്തിനും ലഹരിക്കും അടിമയായി ജീവിതം തകർത്ത് കളഞ്ഞ ബൈജു എന്ന വ്യക്തി മാനസാന്തരത്തിന്റെ പുതുപടവുകൾ കടന്ന് സുവിശേഷകൻ ബൈജു കിളിയോട് എന്ന നാമത്തിൽ ക്രിസ്തുവിനു വേണ്ടി പ്രശോഭിക്കുകയാണ്. ഞാൻ അന്ന് 2001 ആരംഭത്തിൽ രക്ഷിക്കപ്പെട്ടു. ദൈവത്തിന് മഹത്വം. 21 രക്ഷിക്കപ്പെട്ട് 6-ാം മാസം ഞാൻ അരുവിപ്പുറം ആറ്റിൽ പോയി സ്നാനപ്പെടുന്നു. ദൈവത്തിന് മഹത്വം. സ്നാനപ്പെട്ട് അവിടെ തന്നെ ഞാൻ 2 വർഷക്കാലം ദൈവത്തെ ആരാധിക്കുന്നു. അവിടെ വച്ച് ദൈവത്തെ ആരാധിച്ചു. എനിക്ക് അഭിഷേകം ദൈവം പകർന്നു തന്നു. ദൈവത്തിൻ്റെ അന്യഭാഷ എനിക്ക് ദൈവം പകർന്നു തന്നു. ഞാൻ ദൈവത്തെ വളരെ ശക്തിയോടെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും തുടങ്ങി.
അങ്ങനെ തുടങ്ങിയ സമയത്താണ് യേശുക്രിസ്തുവിൻ്റെ മാഹാത്മ്യവും യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകതകളും ജീവിതത്തിലുണ്ടാകുന്ന സമാധാനവും ഓരോ ദിവസവും കിട്ടുന്ന സന്തോഷവും ലോകം തരുന്നത് പോലെ അല്ല എന്ന് ഞാൻ വ്യക്തമായി മനസ്സിലാക്കാനിടയായി തീർന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ലോകം തരുന്ന സുഖമല്ല യേശുക്രിസ്തു തരുന്ന സുഖം, സമാധാനവും സന്തോഷവും. ഈ ലോകം തരുന്ന ലഹരിയല്ല യേശുക്രിസ്തു തരുന്ന ലഹരിയും സമാധാനവും സന്തോഷവുമെന്ന് ഞാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കാനിടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിലേക്ക് ചേർന്നാൽ, യേശുക്രിസ്തുവിനോട് പറ്റിച്ചേർന്നാൽ, ആ യേശു നമ്മളെ നടത്തുന്ന വിധങ്ങൾ, യേശു നമ്മെ നയിക്കുന്ന വിധങ്ങൾ ആർക്കും ഹല്ലേലൂയ പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. അത്രയും വലിയ സന്തോഷമാണ് യേശു നമുക്ക് തരുന്നത്. ദൈവത്തിന് മഹത്വം. അങ്ങനെ 3 വർഷക്കാലം ആ ബിലീവേഴ്സ് ചർച്ചിൽ ഞാൻ ദൈവത്തെ ആരാധിച്ചു. 2003 ഹല്ലേലൂയ ദൈവം എനിക്കൊരു വിവാഹം ചെയ്യുവാൻ ഒരു അവസരം തന്നു. ഹല്ലേലൂയ. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വിവാഹം കഴിക്കുവാൻ ശ്രമിച്ചു നോക്കി. എന്നാൽ എനിക്ക് വിവാഹം നടന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ദൈവം ഒരു പദ്ധതി ഒരുക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഏത് വഴിക്ക് സഞ്ചരിച്ചാലും അതൊക്കെയും ദൈവം മാറ്റി വെച്ചു. എന്നാൽ 2003 എൻ്റെ ദൈവം തക്കതായൊരു തുണയെ എനിക്ക് ഒരുക്കി വെച്ച് എനിക്ക് തന്നു, ഒരു ആത്മീയ പൈതലിനെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ ഭാര്യയുടെ പേര് ഉഷയെന്നാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. 2003 ഞാൻ വിവാഹിതനായി. സ്തോത്രം. എനിക്ക് 2 ആൺമക്കളെ ദൈവം തന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അത് ഞങ്ങൾ കുടുംബമായി ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നു. അതിനോടൊപ്പം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഓരോ ഉയർച്ചകൾ തന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ആത്മീക തലത്തിൽ യേശുക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം എനിക്ക് ഉയർച്ച തന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ കടന്നു വന്നാലും അതിൻ്റെ നടുവിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്നുള്ള സത്യം യേശുക്രിസ്തു എന്നെ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് ഞാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, യേശുക്രിസ്തു അല്ലാതെ വേറൊരു ദൈവവുമില്ല. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. യേശുക്രിസ്തു തന്നെയാണ് ദൈവം. യേശുക്രിസ്തു സത്യദൈവം, യേശുക്രിസ്തു നിത്യദൈവം, യേശുക്രിസ്തു സമാധാനത്തിൻ്റെ ദൈവമെന്ന് ഞാൻ ലോകത്തോട് വിളിച്ചു പറയാൻ തുടങ്ങി. ആ ദൈവത്തിൻ്റെ കൃപ അനേക ഇടങ്ങളിൽ പോയി യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ, യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ, യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ, യേശുക്രിസ്തുവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതും അവിടെയും കൊണ്ട് അവസാനിക്കുന്നില്ല. എൻ്റെ ദൈവം ഹല്ലേലൂയ ഞാൻ വിശ്വസ്തനെന്ന് എണ്ണിയതുകൊണ്ട്, കണ്ടതുകൊണ്ട്, എന്നിലെന്തോ ഉള്ളതുകൊണ്ട് ദൈവം എന്നെ ഹല്ലേലൂയ ചില സ്തോത്രം വിശ്വസ്തരായ ദൈവദാസന്മാരുടെ കൂടെ കൊണ്ട് കൂട്ടിച്ചേർത്തു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ശാലേം ഗോസ്പൽ ടീം എന്ന ഒരു ടീമിൽ ചേർന്ന് ഞാൻ പ്രവർത്തിക്കുന്നു. അനേക ഇടങ്ങളിൽ ഹല്ലേലൂയ കൺവെൻഷൻ നടക്കുന്നു. അവിടെയൊക്കെയും ഒരു ദിവസം യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തരുന്നു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മാലിന്യത്തോടു കൂടെ ആയിരുന്നുവെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ ഭൂമിക്കടിയിലായിരിക്കുമായിരുന്നു, നരകവാസം ചെയ്യേണ്ടവനായിരുന്നു. എന്നാൽ എൻ്റെ യേശുക്രിസ്തു ഹല്ലേലൂയ ഞാൻ അങ്ങനെ നശിച്ചു പോകാനുള്ളവനല്ല എന്ന് എന്നെ കണ്ടിരുന്നത് കൊണ്ട്, എൻ്റെ സ്തോത്രം എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് അവൻ എന്നെ കണ്ടിരുന്നത് കൊണ്ട് ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവന് വേണ്ടി, ആ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി എൻ്റെ യേശുക്രിസ്തു എന്നെ വിളിച്ചു വേർതിരിച്ചു. പ്രിയമുള്ളവരെ, ഈ സമയം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹല്ലേലൂയ മറ്റൊരുത്തനിലും രക്ഷയില്ല. നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ, നാം രക്ഷിക്കപ്പെടുവാൻ, നമുക്ക് സന്തോഷമുണ്ടാകുവാൻ, നിത്യരക്ഷ കൈവരിക്കുവാൻ യേശുക്രിസ്തു അല്ലാതെ വേറൊരു മാർഗവുമില്ല. ലോകത്തനേക മാർഗങ്ങളും വഴികളും ഉണ്ടെങ്കിലും യേശുക്രിസ്തു എന്ന സത്യപാതയിലൂടെ സഞ്ചരിക്കുവാൻ എൻ്റെ സാക്ഷ്യം നിങ്ങൾക്കുതകട്ടെ. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ദൈവത്തിന് മഹത്വം. എന്റെ സമ്പത്തിന്നു ചൊല്ലുവാൻ നിരന്തരമായ സുവിശേഷ യാത്രകളിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 14 ജില്ലകളിലും ലഹരിക്കെതിരെയുള്ള വിമോചന പ്രവർത്തനങ്ങളിലാണ് ഇന്ന് സുവിശേഷകൻ ബൈജു കീളിയോട്. എൻ്റെ യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ ഹല്ലേലൂയ 1ഉം 2ഉം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പറഞ്ഞു തീരുന്നതല്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ വിവാഹം കഴിഞ്ഞ് ഹല്ലേലൂയ 3ാമത്തെ മാസം മുതൽ യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ എൻ്റെ ഭവനത്തിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ ദേശങ്ങളിലും എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ട്രാക്റ്റ് കൊടുക്കുകയും യേശുക്രിസ്തുവിനെക്കുറിച്ച് വിവരിക്കാനും തുടങ്ങി. കാരണം ഹല്ലേലൂയ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ അവിടെ പറയുന്നു, നീ നിൻ്റെ ദേശത്ത് ആദ്യം സാക്ഷിയാകുക. ഹല്ലേലൂയ. അത് കഴിഞ്ഞാൽ നീ
ഇനി അന്യയിടങ്ങളിൽ സാക്ഷി പറയാനുള്ളത്. ഞാൻ എൻ്റെ സ്വന്തം ദേശത്ത് എന്നെ വെറുത്തവരുടെ ഇടയിൽ, എന്നെ മാറ്റി നിർത്തിയവരുടെ ഇടയിൽ, എന്നെ കാണാൻ കഴിയാത്തവരുടെ ഇടയിൽ, എന്നെ ഇഷ്ടമില്ലാത്തവരുടെ ഇടയിൽ ഞാൻ പോയി എൻ്റെ യേശുക്രിസ്തുവിനെ പറഞ്ഞു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അവിടെയാണ് പ്രത്യേകത ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കിയത്. ആരാണോ എന്നെ വെറുത്തത്, ആരാണോ എന്നെ മാറ്റി നിർത്തിയത്, ആർക്കാണോ ഞാൻ വേണ്ടാത്തത്, അവർ തന്നെ അവസാനം എന്നെ തേടി വരുവാൻ എൻ്റെ യേശുക്രിസ്തു ഇടയാക്കി തീർത്തു. ദൈവത്തിൻ്റെ മഹത്വം. അതാണ് എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ, തള്ളപ്പെടുന്ന ഇടത്ത്, ഹല്ലേലൂയ, നീ ചേറ്റിൽ കിടന്നാലും അവിടെ നിന്ന് നിന്നെ വലിച്ചെടുക്കും. ഹല്ലേലൂയ, തള്ളപ്പെടുന്ന ഇടത്ത് അവൻ നിന്നെ കൊണ്ട് നിർത്തി എൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ആ യേശുക്രിസ്തുവിനെ, ഹല്ലേലൂയ, പറയുന്നതിൽ പരം സന്തോഷം വേറെയില്ല. എല്ലാ ദേശത്തും എല്ലാ ഭവനങ്ങളിലും പോയി അനേകരോട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ചേർന്ന് സുവിശേഷം പറഞ്ഞു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, അനേകർ, ഇന്നും ഞാൻ സാക്ഷി പറയുന്നു, അനേകർ എൻ്റെ സാക്ഷ്യവും എൻ്റെ ഭാര്യയുടെയും സാക്ഷ്യം കേട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ഇപ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന അനേകരുണ്ട്. ഹല്ലേലൂയ, അങ്ങനെ എൻ്റെ ദേശത്ത് തന്നെ ഞാൻ പോയി എല്ലാ ഇടങ്ങളിലും യേശുക്രിസ്തു തന്നെയാണ് ദൈവം, യേശുക്രിസ്തു മാത്രമാണ് ദൈവമെന്ന് സകലരോടും ഞാൻ സന്തോഷത്തോടെ വളരെ ഉത്സാഹത്തോടെ ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ, ആ എൻ്റെ യേശുക്രിസ്തു എനിക്ക് തരുന്ന സമാധാനവും എനിക്ക് തരുന്ന സന്തോഷവും എനിക്ക് തരുന്ന ഉത്സാഹവും എനിക്ക് തരുന്ന വിശ്വാസവും എനിക്ക് തരുന്ന പ്രത്യാശയും, ഹല്ലേലൂയ, നിങ്ങളും അനുഭവിച്ചറിയണം. ഹല്ലേലൂയ, അനുഭവിച്ചറിയണമെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുന്നു പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരിക്കലെങ്കിലും എൻ്റെ യേശുവിനെ ഒന്ന് വിശ്വസിക്കൂ. ഹല്ലേലൂയ, ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും, ഹല്ലേലൂയ, ഞാൻ പറയുന്നത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ഹല്ലേലൂയ, ഒന്ന് വിശ്വസിക്കൂ. ഒരു പ്രാവശ്യം നിങ്ങൾ എൻ്റെ യേശുവിനെ ഒന്ന് വിശ്വസിക്കൂ. എന്നാൽ ആ യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് തിരിച്ചറിയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത്രയും പ്രത്യാശയോടെയും ഇത്രയും വിശ്വാസത്തോടെയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ യേശുക്രിസ്തുവിനെ പറയണമെങ്കിൽ ഈ 52-ാമത്തെ വയസ്സിലും, ഹല്ലേലൂയ, 31-ാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ട് പോകാനുള്ളവനെ 52 വയസ്സുവരെ ശക്തിയും ബലവും തന്ന് കാത്തു പരിപാലിച്ച് നിർത്തിയിരിക്കുന്ന ആ യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാൻ നിങ്ങളടുത്ത് പറയണമെങ്കിൽ ആ ദൈവം അത്രയും വലിയവനാണ്. ഹല്ലേലൂയ, അവനൊപ്പം പറയുവാൻ ആരില്ല, അവനൊപ്പം നിൽക്കുവാൻ ആരില്ല, അവനെ പോലെ പ്രവർത്തിക്കുവാൻ മറ്റാർക്കും കഴിയില്ല. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത്, ഈ അനുഗ്രഹിക്കപ്പെട്ട ചുരുക്കം സമയം കൊണ്ട് ആ യേശുക്രിസ്തുവിനെ വിശദീകരിക്കുവാനും നിങ്ങളോട് പറയുവാനും എൻ്റെ ദൈവം തന്ന ഭാഗ്യത്തിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ മദ്യപാനവും മയക്കുമരുന്നും ഉപേക്ഷിക്കുക. അത് നിങ്ങൾക്കൊരിക്കലും നന്നല്ല. നിങ്ങളുടെ ജീവിതത്തെ നേർവഴിക്ക് നയിക്കുവാൻ ഒരിക്കലും കഴിയില്ല. നിങ്ങളത് ഉപേക്ഷിക്കൂ. അത് നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കൂ. എൻ്റെ യേശുക്രിസ്തു മൂലം ഞാൻ അതൊക്കെ ഉപേക്ഷിച്ചു. ഇപ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം, ഇപ്പോൾ എനിക്കുണ്ടാകുന്ന സമാധാനവും ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ ഭക്തൻ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഇന്ന് യഹോവയെ സേവിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. ഇതേ ഭാഗ്യം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും തരുവാൻ യേശുക്രിസ്തു മതിയായവനാണ്. ഹല്ലേലൂയ, അതുകൊണ്ട് പ്രത്യാശയോടെയും വിശ്വാസത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും എൻ്റെ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. എന്നാൽ നിങ്ങളെ സ്നേഹിക്കുവാൻ, രക്ഷിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ യേശുക്രിസ്തു മതിയായവനാണ്. ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് സ്നേഹത്തോടെ പറയുന്നു, എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപേക്ഷിക്കൂ, എല്ലാം മതിയാക്കൂ. യേശുവിങ്കിലേക്ക് വാ. അവൻ മാത്രം ഏക ദൈവം, അവൻ മാത്രം സത്യദൈവം, അവൻ മാത്രം നിത്യദൈവം, അവൻ മാത്രം അമർത്യതുള്ളവൻ. അവനൊപ്പം പറയുവാൻ ആരുമില്ല, അവനൊപ്പം നിൽക്കുവാൻ ആരുമില്ല. യേശു മാത്രമാണ് ദൈവം. ഈ പകൽ സമയം ഞാൻ നിങ്ങളോട് വളരെ വിശ്വാസത്തോടും പ്രത്യാശയോടും വളരെ സന്തോഷത്തോടും വളരെ സ്നേഹത്തോടും ഞാൻ ഉറക്ക വിളിച്ചു പറയുന്നു, യേശുക്രിസ്തു അല്ലാതെ വേറൊരു ദൈവവുമില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ യേശുവിങ്കിലേക്ക് കടന്നു വാ, യേശുവിങ്കിലേക്ക് വാ, യേശുവിനെ സ്നേഹിക്കേ, അവനോട് പ്രാർത്ഥിക്കേ, അവനോട് യാചിക്കേ. അവൻ അത്ഭുതം ചെയ്യുവാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ, മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ദൈവമല്ലാതെ വേറൊരു ദൈവവുമില്ല. യേശുവിനെ ആരാധിക്കൂ. യേശു മാത്രമാണ് രക്ഷകൻ, യേശു അല്ലാതെ വേറൊരു രക്ഷകനുമില്ല എന്നുള്ള സത്യം ഞാൻ നിങ്ങളോട് ഹല്ലേലൂയ ഉറപ്പും ധൈര്യവുമായി വിളിച്ചു പറയുന്നു. അവങ്കിലേക്ക് വാ. അവൻ്റെ മുഖം കണ്ടവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. അവങ്കിലേക്ക് മടങ്ങി വാ. സ്തോത്രം. വളരെ സന്തോഷത്തോടും സമാധാനത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പിന്തുടരും എൻ്റെ സമ്പത്തിന്നു ചൊല്ലും.
മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും വഴികൾ വിട്ട് ക്രിസ്തുവിൽ പുതുജീവിതം സ്വന്തമാക്കിയ സുവിശേഷകൻ ബൈജു കീളിയോടിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വിണ്ണുയർത്താവൻ വാനലോകമതിൽ ചെന്നു. ചാവിനെ വിണ്ണുയർത്താവൻ വാനലോകമതിൽ ചെന്നു. സാധുവിനെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. സാധു എന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. Glorious years in his service. Word to Word Ministries. Now you are watching Word to Word Television, the Master's channel.